ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പ് നാളിലെ ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. അല്പനേരത്തെ ചിന്തയിലേക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മധ്യസ്ഥത എന്നുള്ളതാണ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 തിമോഥെയോസ് 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കുറുവാക്യം 1 തിമോഥെയോസ് 2-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് സകലത്തിനു മുമ്പേ ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നത്, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാവർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഇങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുകയും സഹോദര സ്നേഹത്താൽ നമ്മെ വളർത്തുകയും ചെയ്യുന്നു. നമുക്കിതിന് ഏറ്റവും വലിയ മാതൃക നമ്മുടെ യേശുക്രിസ്തുവാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇപ്രകാരം നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ പകരുമാറാകട്ടെ. ആമേൻ.